ഹായ് സുഹൃത്തുക്കളെ, സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ മോഡ്യൂളുമായി തുടർന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്നത്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയുമാണ്. അപ്പോൾ ഏവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നു. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്? വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടം നമ്പേഴ്സ്? ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ നമ്പേഴ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ സൈസ്, ഷേപ്പ് ആൻഡ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഈ ആറ്റങ്ങളുടെ ഓർബിറ്റലുകളുടെ ഷേപ്പ്, അതേപോലെ തന്നെ അവയുടെ സൈസ്, അതുപോലെ തന്നെ ഈ ഓർബിറ്റലുകളുടെ ഓറിയൻറ്റേഷൻ, ഇവയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന certain നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. അതിനാണ് എന്ത് വിളിക്കുന്നത്? ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ഇനി ഈ ക്വാണ്ടം നമ്പേഴ്സ് ആർ ദ അഡ്രസ്സസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ആരാണ്? ക്വാണ്ടം നമ്പേഴ്സാണ്. ക്വാണ്ടം നമ്പേഴ്സാണ് എപ്പോഴും ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ അഡ്രസ്സുകളാണ്. ഇപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്രസ്സസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ അഡ്രസ്സാണ് ആരെന്ന് പറയുന്നത്? ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് എത്ര ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്? ദർ ആർ 4 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 4 തരമുണ്ട്. അത് ഏതൊക്കെ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ പേരുകൾ നമ്മൾ നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഒന്നാമത്തെ ക്വാണ്ടം നമ്പറിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിൻ്റെ പേരാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ. എന്താണ്? അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അസിമുതൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഏതുകൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ദെൻ മൂന്നാമത്തെ ക്വാണ്ടം നമ്പറിൻ്റെ പേരാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് നാലാമത്തെ ക്വാണ്ടം നമ്പറിനെ നമ്മൾ വിളിക്കുന്നു സ്പിൻ ക്വാണ്ടം നമ്പർ. എന്തെന്ന് വിളിക്കും? സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സർട്ടൻ നമ്പേഴ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റലിൻ്റെ സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷൻ ഇവയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. 4 തരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സാണ് ഉള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ, 2 അസിമുതൽ ക്വാണ്ടം നമ്പർ എൽ, ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം, ദെൻ സ്പിൻ ക്വാണ്ടം നമ്പർ എസ്. അങ്ങനെ 4 ടൈപ്പിലാണ് ക്വാണ്ടം നമ്പേഴ്സ് ഉള്ളത്. ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആദ്യമായി നമുക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നത് ഇറ്റ് ഗീവ് ദ സൈസ് ഓഫ് ദി ഓർബിറ്റ്. ഓർബിറ്റിൻ്റെ സൈസ്. ഓർബിറ്റൽ എന്ന് പറയരുത്. ഓർബിറ്റും ഓർബിറ്റലും രണ്ടാണ്. അപ്പോൾ ഇറ്റ് ഗീവ്സ് ദ സൈസ് ഓഫ് ഓർബിറ്റ്. ഓർബിറ്റിൻ്റെ സൈസിനെ കുറിച്ച് പറയുന്ന ക്വാണ്ടം നമ്പറാണ് ആരെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. മറക്കരുത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിൻ്റെ സൈസിനെ പറയുന്നു? ഓർബിറ്റിൻ്റെ സൈസിനെ പറയുന്നു. ദെൻ ഇറ്റ് ഗീവ്സ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയെക്കുറിച്ച് ആര് പറയുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്നു. പിന്നെയോ ഇറ്റ് ഗീവ്സ് ദ ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺസ് ഈസ് ഫൗണ്ട് ഓർ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. അത് എന്തിനെക്കുറിച്ച് പറയുന്നു? ഷെല്ലിനെ കുറിച്ച് പറയുന്നു. ഷെൽ മീൻസ് മെയിൻ എനർജി ലെവൽസിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഏതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? ഒന്ന്, ഇറ്റ് ഗീവ്സ് ദ സൈസ് ഓഫ് ദി ഓർബിറ്റ്. 2, ഇറ്റ് ഗീവ്സ് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ദെൻ 3, ഇറ്റ് ഗീവ്സ് ദ ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഷെല്ലിനെ കുറിച്ച് അതെന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ പറയുന്നു. അതുമായി ചേർത്ത് നമുക്ക് പറയാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ആകുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് പറയണം.
അതോടൊപ്പം തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ കൂടി നമുക്ക് തരുന്നുണ്ട്. എന്താണത്? ഇറ്റ് ആൾസോ ഗീവ്സ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ കാണിക്കാൻ ആര് നമ്മളെ സഹായിക്കുന്നു? നമ്മുടെ ക്വാണ്ടം നമ്പർ സഹായിക്കുന്നു. ഏത് ക്വാണ്ടം നമ്പർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സഹായിക്കുന്നു. അതായത് principal quantum number also gives the average distance between electron and nucleus. ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ ആര് കാണിക്കും? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കാണിക്കും. ആസ് ദ വാല്യൂ ഓഫ് എൻ ഇൻക്രീസസ്, എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ ഇൻക്രീസസ്. ഓക്കെ, അതായത് എൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യൂക്ലിയസിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോണിലേക്കുള്ള ദൂരം കൂടി വരുന്നു എന്നാണ്. ഇതിന് പോസിബിളായിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്നിങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി 0. അതിനെ നമുക്ക് എന്താക്കത്തില്ല? 0 ആകത്തില്ല. 0 എന്ന് പറയുന്ന വാല്യൂ ഇതിന് ഒരിക്കലും വരത്തില്ല. ഓക്കെ ആണല്ലോ. ഇനി n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഇഫ് n = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഷെൽ എന്നാണ്? കെ ഷെൽ എന്നാണ് അതിൻ്റെ മീനിങ്. ഇഫ് n = 1 എന്നായി കഴിഞ്ഞാൽ അത് കെ ഷെൽ, ഒന്നാമത്തെ ഷെല്ല്. അപ്പോൾ n = 2 ആയി കഴിഞ്ഞാലോ രണ്ടാമത്തെ ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. ഓക്കെ, n = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഷെല്ല്, അതേപോലെ n = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഷെല്ല്, അങ്ങനെ n = 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏത് ഷെല്ലായിരിക്കും? എം ഷെല്ല്. ഇങ്ങനെ പോകും. n = 4 എന്ന് പറയുമ്പോൾ അടുത്ത ഷെല്ലിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇറ്റ് ഗീവ്സ് ദ സൈസ് ഓഫ് ദ ഓർബിറ്റ്, ഓർബിറ്റിൻ്റെ സൈസിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ ഓർബിറ്റിനകത്തുള്ള എനർജി, ഇലക്ട്രോണിൻ്റെ എനർജിയെ കുറിച്ച് പറയുന്നു. അത് കൂടാതെ ഇത് എന്തിനെക്കുറിച്ച്? ഇറ്റ് ഗീവ്സ് ദ ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് ഫൗണ്ട്, ഇലക്ട്രോൺ കാണപ്പെടുന്ന ഷെല്ലുകളെ കുറിച്ച് പറയുന്നു. പിന്നെ അവ പ്രധാനമായിട്ടും നമുക്ക് വളരെ പ്രധാനമായിട്ടൊരു പോയിൻ്റാണ്, ഇറ്റ് ഗീവ്സ് ദ ഡിസ്റ്റൻസ്, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ന്യൂക്ലിയസ് തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ കുറിച്ചും ആര് പറയുന്നു? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയുന്നു. ഇനി അതൊന്ന് ചോദിക്കാൻ കൊള്ളാവുന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ പഠിച്ച ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് എന്നിൻ്റെ വാല്യൂ n = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഷെല്ലാണ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴേ പറയുക? ഏത് ഷെല്ല്? എൽ ഷെല്ലെന്ന് പറയുക. ഓക്കെ ആണല്ലോ. n = 1 ആണെങ്കിലോ കെ ഷെല്ല്, n = 3 ആണെങ്കിലോ എം ഷെല്ല്. അങ്ങനെ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന സംഗതി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിൻ്റെ പേരാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൽ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ മറ്റൊരു പേരാണ് സബ്സിഡറി ക്വാണ്ടം നമ്പർ. എന്തെന്ന് വിളിക്കും? സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്ന നമ്മൾ ആര് വിളിക്കാറുണ്ട്? അസിമുതൽ ക്വാണ്ടം നമ്പറിനെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നമ്മുടെ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള അസിമുതൽ ക്വാണ്ടം നമ്പർ തന്നെയാണ്. അപ്പോൾ അസിമുതൽ ക്വാണ്ടം നമ്പറിന് ഏതൊക്കെ പേരുകളുണ്ട്? 1 സബ്സിഡിയറി ക്വാണ്ടം നമ്പർ, 2 ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എൽ, സ്മാൾ ലെറ്റർ എൽ ഉപയോഗിച്ചാണ് നമ്മൾ അസിമുതൽ ക്വാണ്ടം നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ ബാക്കി ഫാക്ട്സിനെ കുറിച്ച് നമുക്ക് പോകാം. എന്തൊക്കെ ഇൻഫർമേഷൻസ് അത് തരുന്നു എന്ന് നമുക്ക് നോക്കാം. 1, ഇറ്റ് ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. ഇറ്റ് ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. ഈ പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞപ്പോഴും ഇറ്റ് ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ഓർബിറ്റ് എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഓർബിറ്റൽ ആണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഷെല്ലുകൾ, ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഷെല്ലുകൾ, സബ് എനർജി ലെവൽസ്. ഓക്കെ, ഓർബിറ്റലുകൾ എന്ന് പറയുമ്പോൾ S-P-D-F ഇങ്ങനെ പോകുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഓർബിറ്റ് എന്ന് പറയുമ്പോൾ K-L-M-N അങ്ങനെ പോകുന്ന മെയിൻ എനർജി ലെവൽസ് ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് the main energy levels, but in the case of azimuthal quantum number which gives information about the subshells or sub energy levels. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് it gives the shape of orbital എന്ന് പറഞ്ഞത്. Then രണ്ടാമത്തെ പോയിന്റ് എന്താ? വളരെ ക്ലിയർ ആയിട്ടുണ്ട്. it gives the subshell or sub level in which electrons are present.
ഇലക്ട്രോൺസ് കാണപ്പെടുന്ന സബ് എനർജി ലെവൽസ് അല്ലെങ്കിൽ സബ് ഷെല്ലിനെ കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്? നമ്മുടെ അസിമുതൽ ക്വാണ്ടം നമ്പർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത്. അപ്പോൾ അസിമുതൽ ക്വാണ്ടം നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എൽ, സ്മാൾ ലെറ്റർ എൽ ആണ്. ഓക്കെ ആണല്ലോ. അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ ബാക്കി പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. ഇറ്റ് ആൾസോ ഗീവ്സ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ. എന്ത് തരുന്നു ഇത്? ഒരു ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ ആര് തരുന്നു? നമ്മുടെ അസിമുതൽ ക്വാണ്ടം നമ്പർ തരുന്നു. അതുകൊണ്ടാണ് ഈ ക്വാണ്ടം നമ്പറിന് ഏത് പേര് കൂടെ കിട്ടുന്നത്? ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന പേര് കൂടി കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇറ്റ് ഗീവ്സ് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെന്റം തരുന്നു ആര്? നമ്മുടെ അസിമുതൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ വാല്യൂസ്, ഈ അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നേ പറഞ്ഞ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂവിനെയാണ്. തൊട്ട് മുന്നേ പറഞ്ഞ ക്വാണ്ടം നമ്പർ ഏതാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂവിനെയാണ് അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, the value of azimuthal quantum number always depend on the value of principal quantum number. അതായത് n എന്ന് പറയുന്നത് വാല്യൂ, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് n വാല്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ n ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്കിൽ, നമ്മുടെ അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 to n-1. 0 to n-1. അത് സിംപ്ലി നമുക്ക് നോക്കാം. 0 to n-1 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ഇത് വരാറുണ്ട്. അപ്പോൾ n ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ n ആണ് എങ്കിൽ അസിമുതൽ ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 0 മുതൽ n-1 വരെ. അതായത് ഇവിടെ നമ്മൾ n-ന് വാല്യൂ കൊടുത്തു. n = 1 എന്നെടുത്തു. n = 1 എടുത്തു കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ, അതായത് അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? l = ആദ്യം ഏത് വാല്യൂ വരും? 0. പിന്നെ ആര് വരും? n-1. n എത്രയാണ് ഇവിടെ? 1 തന്നെ. 1-1. അത് 0 ആയതുകൊണ്ട് അവിടെ ആകെ ഒറ്റ വാല്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. അപ്പോൾ ദ വാല്യൂ ഓഫ് അസിമുതൽ ക്വാണ്ടം നമ്പർ ആൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 2 എന്ന് വന്നാൽ അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 0 മുതൽ n-1 വരെ, അതായത് 0 മുതൽ 2-1 വരെ. ഇപ്പോൾ 0 വരും, പിന്നെ ആരും വരും? 1 വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റേഞ്ച് ഒരു കാരണവശാലും മറക്കരുത്. ദ വാല്യൂ ഓഫ് എൽ ഈസ് ആൾവേസ് റേഞ്ചിങ് ഫ്രം 0 to n-1. ഓക്കെ, 0 കാണും, പിന്നെ n-1 വരെ പോകും. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. n = 1 എന്നത് ഇവിടെ തന്നിട്ടുണ്ട്. n-ൻ്റെ വാല്യൂ 1. n-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ l-ൻ്റെ വാല്യൂ എത്ര കാണുള്ളൂ? n-1. അതായത് 1-1 = 0. അത്രേ കിട്ടുള്ളൂ. ഇനി ഇത് അവിടെ നോക്കാം. n-ൻ്റെ വാല്യൂ നമ്മൾ 2 എടുത്തു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ n-ൻ്റെ വാല്യൂ നമ്മൾ 2 എടുത്തു. n-ൻ്റെ വാല്യൂ 2 എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആരെ കൊടുക്കാം? 0 കൊടുക്കാം. പിന്നെയോ 1 കൊടുക്കാം. 1 കൊടുക്കാം. 0 കൊടുക്കാം, 1 കൊടുക്കാം. അപ്പോൾ 2-1 എത്രയായി? 1. അപ്പോൾ എല്ലിന് എത്ര വാല്യൂസ് കിട്ടി? എല്ലിന് 2 വാല്യൂസ് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്? റേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അസിമുതൽ ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്? അത് സബ് എനർജി ലെവൽസിനെ കുറിച്ച് അല്ലെങ്കിൽ സബ് ഷെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ചും അത് എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ അടുത്തൊരു എക്സാമ്പിളാണ്. n-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ l-ൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ l-ൻ്റെ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ അത് കെ ഷെല്ലിനകത്തുള്ള എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം n-ൻ്റെ വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 വന്നാൽ അത് കെ ഷെല്ലാണ്. ഇനി അസിമുതൽ ക്വാണ്ടം നമ്പർ l = 0 വന്നാൽ അത് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എസ്സിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതാ നോക്കാം. n = 2 വന്നു. അപ്പോൾ ഇവിടെ l-ൻ്റെ വാല്യൂസ് ആരൊക്കെ വരും? 0 വരാം,
ഒന്നും വരാം. അതാ 0 വരാം, 1 വരാം. ഇനി 0 വന്നാൽ നമ്മൾ ഏത് സബ്ഷനിലായിരിക്കും എന്ന് പറഞ്ഞു? എസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 1 വരുമ്പോൾ അത് ഏത് സബ്ഷനിലായിരിക്കും? പി ആയിരിക്കും സബ്ഷനിൽ. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 വന്നാൽ അത് എസ് സബ്ഷനിൽ, എല്ലിൻ്റെ വാല്യൂ 1 വന്നാൽ അത് പി സബ്ഷനിൽ. അങ്ങനെയാണെങ്കിലോ ഇങ്ങനെ ബാക്കി നമുക്ക് പറഞ്ഞൂടെ? ഇപ്പം n = 3. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ L 0 ആയിക്കഴിഞ്ഞാൽ എസ് സബ്ഷനിൽ, L 1 വന്നു കഴിഞ്ഞാൽ അത് പി സബ്ഷനിൽ, ഇനി L 2 വന്നു കഴിഞ്ഞാൽ അത് ഏത് സബ്ഷനിലാണ്? ഡി സബ്ഷനിൽ. ഓക്കെ, ഡി സബ്ഷനിൽ. ഇനി ഇതാ നോക്കൂ, എന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ 4 കൊടുത്തു, n = 4. അപ്പോൾ എല്ലിന് ഏതൊക്കെ വാല്യൂ വരാം? 0 മുതൽ 4 - 1 വരെയുള്ള വാല്യൂസ് വരാം. അപ്പോൾ 0 മുതൽ 4 - 1 എന്ന് പറയുമ്പോൾ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. L = 0 എസ് സബ്ഷൽ, L = 1 പി സബ്ഷൽ, L = 2 ഡി സബ്ഷൽ, L = 3 വരുമ്പോൾ അത് ഏത് സബ്ഷനിലാവും? എഫ് സബ്ഷനിൽ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പോൾ ഈ അസിമുതൽ കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? സബ്ഷെല്ലുകളെ കണ്ടുപിടിക്കാൻ പറ്റും. സബ്ഷെല്ലുകളെ കണ്ടുപിടിക്കാൻ പറ്റും. L = 0 വന്നാൽ എസ് സബ്ഷെൽ, L = 1 വന്നാൽ അത് പി സബ്ഷെൽ, L = 2 വന്നാൽ അത് ഡി സബ്ഷെൽ, L = 3 വന്നു കഴിഞ്ഞാൽ അത് ഏത് സബ്ഷെല്ലാണ്? എഫ് സബ്ഷെല്ലാണ്. അങ്ങനെ നമുക്ക് സബ്ഷെല്ലുകളെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ ഓർമ്മിച്ച് വയ്ക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗമാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. ഏതാണ്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? സ്മോൾ എം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കോണ്ടന്റ് നമ്പർ ഏതാണ്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. നമ്മൾ ഒന്നാമത് പറഞ്ഞ കോണ്ടന്റ് നമ്പർ ഏതാണ്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ സ്മാൾ ലെറ്റർ എൻ ആണ്. ദെൻ രണ്ടാമത് പറഞ്ഞ കോണ്ടന്റ് നമ്പർ അസിമുതൽ കോണ്ടന്റ് നമ്പർ, മറ്റൊരു പേര് സബ്സിഡറി കോണ്ടന്റ് നമ്പർ, അല്ലെങ്കിൽ മറ്റൊരു പേര് ആംഗുലാർ മൊമെന്റം കോണ്ടന്റ് നമ്പർ. ഓക്കെ ആണല്ലോ? അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ലെറ്റർ എൽ. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? 0 to n - 1. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പോകുന്നു മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മൂന്നാമത്തെ കോണ്ടന്റ് നമ്പറാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. ഇത് എന്തൊക്കെ ഇൻഫർമേഷനാണ് തരുന്നത് എന്ന് നോക്കുക. ഇതാ നോക്കൂ, ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് എവിടെ? ഇൻ സ്പേസ്. സ്പേസിൽ ഓർബിറ്റലുകളെ എങ്ങനെയാണോ ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്ന കോണ്ടന്റ് നമ്പറാണ് ആരെന്ന് പറയുന്നത്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ആരുടെ വാല്യൂവിനെയാണ്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അസിമുതൽ കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂവിനെയാണ്. എല്ലിൻ്റെ വാല്യൂവിനെയാണ് നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കാം? നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി എത്ര എണ്ണം വാല്യൂസ് അതിനുണ്ടാകും? എല്ലിൻ്റെ വാല്യൂവിനനുസരിച്ച് 2l+1 പോസിബിൾ വാല്യൂസ് ആർക്ക് കാണും? നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന് കാണും. എൽ അസിമുതൽ കോണ്ടന്റ് നമ്പറിന് എൽ എന്ന് പറയുന്ന വാല്യൂ ആണ് ഉള്ളത് എങ്കിൽ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൻ്റെ പോസിബിൾ വാല്യൂസിൻ്റെ എണ്ണം 2l+1 അത്രയും എണ്ണം കാണും. 2l+1 അത്രയും എണ്ണം കാണും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? എമ്മിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് -l to +l ഇൻക്ലൂഡിങ് 0. അതായത് -l to 0 വരെയും പിന്നെ 0 മുതൽ +l വരെയും അത്രയും റേഞ്ച് ഇതിനുണ്ടാവും. അതായത് ഇപ്പം 1 എല്ലിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ -1, 0, +1 അത്രയും വാല്യൂസ് അവിടെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂ റേഞ്ച്. നമുക്ക് നോക്കാം. 0 എല്ലിൻ്റെ വാല്യൂ 0 എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത എത്ര പോസിബിൾ വാല്യൂസ്? 2 × l. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ 2 × l+1, 2 × 0 + 1. 2 × 0 0 ആയി പോവും, +1 1 മാത്രം കിട്ടും. അപ്പോൾ ഒറ്റ വാല്യൂവേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ദെൻ അപ്പോൾ എസ് സബ്ഷനിൽ അതിനകത്ത് എത്ര ഒറ്റ ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ?
എന്നുള്ളൊരു ഇൻഫർമേഷൻ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അത് പോട്ടെ. ദെൻ അടുത്ത L = 1 എന്ന് വരുന്നു. L = 1. L = 1 വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂ -1 വരാം, 0 വരാം, +1 വരാം. പോസിബിൾ വാല്യൂസ് എൻ്റെ എണ്ണം തീർന്നു എന്ന് നോക്കാൻ എന്ത് ചെയ്യണം? 2 × 1 ആൻഡ് 2 × 1 + 1. 2 × 1 എത്ര? 2 തന്നെയാണ്. +1 ആകുമ്പോൾ 3. ഇതാ അവിടെ 3 വാല്യൂസ് നമുക്ക് കറക്റ്റ് കിട്ടിയില്ലേ? 3 വാല്യൂസ് കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ 3 വാല്യൂസ് ഇതിന് കിട്ടി. ഇത് ഏത് സബ്ഷനിലാണ്? എല്ലിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പി സബ്ഷനിലാണെന്ന്. ഈ പി സബ്ഷനിൽ 3 വാല്യൂസ് കിട്ടാനുള്ള കാരണം എന്താണ്? അതിന് 3 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. പിക്ക് എക്സ് ആക്സസിൽ നിൽക്കാം, പിക്ക് വൈ ആക്സിസിൽ നിൽക്കാം, പിക്ക് ഇസഡ് ആക്സിൽ നിൽക്കാം. അതുകൊണ്ടാണ് പി എക്സ് ആക്സിൽ നിന്നാൽ അത് പി എക്സ്, വൈ ആക്സിൽ നിന്ന് കഴിഞ്ഞാൽ പി വൈ, ഇസഡ് ആക്സിൽ നിന്ന് കഴിഞ്ഞാൽ പി ഇസഡ്. അത് നമ്മൾ ഓർബിറ്റലിന് അല്ലെങ്കിൽ ഷെല്ലുകളുടെ സബ് ഷെല്ലുകളുടെയൊക്കെ ഷേപ്പ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എസ് ഓർബിറ്റൽ അതിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ഷേപ്പാണ്. പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. ഡി ഓർബിറ്റലിൻ്റെ ഡബിൾ ഡംബൽ ഷേപ്പാണ്. ആ ഷേപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഇനി നമ്മൾ നോക്കുന്നു L = 2. L = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഓർബിറ്റലാണ്? L = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ഓർബിറ്റലാണോ? അല്ല. പി ഓർബിറ്റലാണോ? അല്ല. മറിച്ച് ഏത് ഓർബിറ്റലാണ്? ഡി ഓർബിറ്റലാണ്. L = 2 വന്നു കഴിഞ്ഞാൽ ഡി ഓർബിറ്റൽ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ എമ്മിന് ഏതൊക്കെ വാല്യൂസ് വരും? എമ്മിന് ഇത് അവിടെ നോക്കൂ. എമ്മിന് വരുന്ന വാല്യൂസ് -2 വരാം, അത് കഴിഞ്ഞിട്ട് -1 വരാം, ദെൻ 0 വരാം, പിന്നെ 1 വരാം, അത് കഴിഞ്ഞിട്ട് ആരും വരാം? 2 വരാം. ഇനി പോസിബിൾ വാല്യൂസ് കറക്റ്റ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം? 2 × 2 + 1. 2 × 2 4 +1 5. കണ്ടോ, നമുക്ക് 5 വാല്യൂസ് കിട്ടില്ലേ? 1 1 2 3 4 5 വാല്യൂസ് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? 5 വാല്യൂസ് കിട്ടി. ഈ 5 വാല്യൂസ് കിട്ടിയ എന്താണ്? ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിന് 5 തരത്തിലുള്ള ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിന് 5 തരത്തിലുള്ള ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ എമ്മിൻ്റെ വാല്യൂ എത്ര എണ്ണം കിട്ടിയത്? 5 എണ്ണം കിട്ടിയത്. ഏതൊക്കെയാണ് ആ ഓറിയൻറ്റേഷൻ? ഒന്ന് DXY, ദെൻ DXZ, DYZ, ദെൻ DX² - Y² ആൻഡ് DZ². അങ്ങനെ 5 തരത്തിലുള്ള ഓറിയൻറ്റേഷൻസ് ആർക്കുണ്ട്? നമ്മുടെ ഡി ഓർബിറ്റലിന് ഉണ്ട്. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം? അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ വളരെ കാര്യമായി ഒന്ന് ശ്രദ്ധിക്കുക. കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 2L + 1 മറക്കരുത്. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. നാലാമത്തെ കോണ്ടന്റ് നമ്പർ. നാലാമത്തെ കോണ്ടന്റ് നമ്പർ സ്പിൻ കോണ്ടന്റ് നമ്പർ. അതിനെ എന്തെന്നാണ് വിളിക്കുക? സ്പിൻ കോണ്ടന്റ് നമ്പർ. ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക? എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. സ്പിൻ കോണ്ടന്റ് നമ്പർ എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. അത് സംഗതി ഈ ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ കാണിക്കുന്നു. അതിൻ്റെ കറക്കം എങ്ങനെയാണെന്ന് കാണിക്കുന്നു. ഇറ്റ് ഈസ് ഓൺലി ആൻ എക്സ്പെരിമെൻ്റൽ കോണ്ടന്റ് നമ്പർ. ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് അതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വന്ന ഒരു കോണ്ടന്റ് നമ്പറാണ് ഈ എക്സ്പെരിമെൻ്റൽ കോണ്ടന്റ് നമ്പർ. ആൻഡ് ഇറ്റ് ഗീവ്സ് ദ സ്പിൻ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ. ഇത് എന്തിനാ തരുന്നു? വിച്ച് ഗീവ്സ് ദ സ്പിൻ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ സ്പിൻ ഓറിയൻറ്റേഷൻസ് തരുന്ന കോണ്ടന്റ് നമ്പറാണ് ഏതെന്ന് പറയുന്നത് സ്പിൻ കോണ്ടന്റ് നമ്പർ. ഓക്കെ, ഇതിന് 2 വാല്യൂസേ ഉള്ളൂ. സ്പിൻ കോണ്ടന്റ് നമ്പറിന് 2 വാല്യൂസേ ഉള്ളൂ. ഏതാണ് ഒന്നാമത്തെ വാല്യൂ? ഒന്നാമത്തെ വാല്യൂ +12, രണ്ടാമത്തെ വാല്യൂ -12. ഈ 2 വാല്യൂമേ ഉള്ളൂ. ഒന്നുകിൽ +12 അല്ലെങ്കിൽ -12. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പിൻ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്ന് നോക്കുക. ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ സ്പിൻ കോണ്ടന്റ് നമ്പർ +1 അല്ല +1/2. ദെൻ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്പിൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ -1/2. ഒന്നുകിൽ +12 അല്ലെങ്കിൽ -12. ഓക്കെ, അതിൻ്റെ റൊട്ടേഷണൽ ഡയറക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് സ്പിൻ കോണ്ടന്റ് നമ്പറുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്, കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കോണ്ടന്റ് നമ്പേഴ്സ്? കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർബിറ്റൽ
കളുണ്ട്. ഓർബിറ്റലുകളുടെ ഷേപ്പ്, അതേപോലെ സൈസ്, അതേപോലെ ഓറിയൻറ്റേഷൻ, അതിനെക്കുറിച്ച് പറയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വാണ്ടം നമ്പറിനെ എന്തെന്നാണ് നമ്മൾ വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തത് അസിമുതൽ ക്വാണ്ടം നമ്പർ. മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നാലാമത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ ആണല്ലോ. അതിലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് ഓർബിറ്റ് കുറിച്ചുള്ള ഐഡിയ തരുന്നു. അതിനകത്തുള്ള എനർജി ഓഫ് ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഓർബിറ്റും അതുപോലെ തന്നെ ഇലക്ട്രോണും തമ്മിലുള്ള ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നു. പിന്നെ ആവറേജ് ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ ഇവയുടെ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3, 4 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റേഞ്ച് ചെയ്യുന്നത്. ഒന്നാണെങ്കിൽ കെ ഷെല്ല്, രണ്ടാണെങ്കിൽ എൽ ഷെല്ല്, അങ്ങനെ ഇത് വേരി ചെയ്യുന്നു. അടുത്ത രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിനെ നമ്മൾ വിളിച്ച പേര് അസിമുതൽ ക്വാണ്ടം നമ്പർ എന്നാണ്. അത് സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നും ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നൊക്കെ വിളിക്കുന്നു. എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് സബ് ഷെല്ലിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സബ് എനർജി ലെവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലിൻ്റെ വാല്യൂ എങ്ങനെ റേഞ്ച് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നിനെയാണ്. എല്ലിൻ്റെ വാല്യൂ എപ്പോഴും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to n-1 ആണ് റേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വാണ്ടം നമ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഏതാണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അത് സ്പേസിലുള്ള ഇവയുടെ ഓറിയൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും. അതിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ വാല്യൂസിൻ്റെ പോസിബിൾ വാല്യൂസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2l+1 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിൻ്റെ വാല്യൂ എപ്പോഴും റേഞ്ച് ചെയ്യുന്നത് -l to +l ഇൻക്ലൂഡിങ് 0 എന്ന രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ക്വാണ്ടം നമ്പറാണ് ഏത്? സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ സ്പിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. വെദർ ദ ഇലക്ട്രോൺ മൂവ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്പിൻ നടക്കുന്നതെങ്കിൽ അതിന് +½ ആയിരിക്കും വാല്യൂ. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? -½ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ഈ ഭാഗങ്ങൾ പഠിച്ച് എടുക്കുക. ഓക്കെ. അപ്പോഴും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഈ ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n റെപ്രസെൻറ്റ്സ്. ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്തിന് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ സൈസ് ഓഫ് ദി ഓർബിറ്റ്. ഓപ്ഷൻ ബി ഷേപ്പ് ഓഫ് ദി ഓർബിറ്റ്. ദെൻ shape of the orbital, then orientation of orbit in space, then D spin orientation of electron. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ കറക്റ്റ് അറിയാം. ഏതാണ്? സൈസ് ഓഫ് ദി ഓർബിറ്റ്, ഓർബിറ്റിൻ്റെ സൈസ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ എന്നാണ്. അതല്ല, ഓർബിറ്റൽ എന്ന് പറയാൻ സബ്ഷെല്ലാവും. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ സൈസ് ഓഫ് ദി ഓർബിറ്റ്. സൈസ് ഓഫ് ദി ഓർബിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ക്വാണ്ടം നമ്പർ ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ ഉള്ള, അതായത് മെയിൻ എനർജി ലെവലിലുള്ള അല്ലെങ്കിൽ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയെക്കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന ക്വാണ്ടം നമ്പർ ഏത്? നമ്മൾ പറഞ്ഞു ഓപ്ഷൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, അസിമുതൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. ഏതായിരിക്കും ആൻസർ? സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലാന്ന് നമുക്ക് അറിയാം. പിന്നെ ബാക്കിയുള്ള 3 കൺഫ്യൂഷൻ. എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിൻ എനർജി ലെവൽസിനെ കുറിച്ചും അതിൻ്റെ എനർജിയെക്കുറിച്ചും മെയിൻ ഷെല്ലുകളെക്കുറിച്ചും ഒക്കെ പറയുന്നത് എപ്പോഴും ഏത് ക്വാണ്ടം നമ്പറാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട്. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട്. അസിമുതൽ ക്വാണ്ടം നമ്പർ എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നു? ഓപ്ഷൻ എ സൈസ് ഓഫ് ദി ഓർബിറ്റ്, ദെൻ ഓപ്ഷൻ ബി ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ, ദെൻ ഓപ്ഷൻ സി ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽസ് ഇൻ സ്പേസ്, ദെൻ ഓപ്ഷൻ ഡി സ്പിൻ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ. ഏതായിരിക്കും ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ കുറിച്ച് പറയുന്നു. ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്നു ആര്? അസിമുതൽ ക്വാണ്ടം നമ്പർ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഡസ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം റെപ്രസെൻറ്റ്സ്? എം, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സൈസിനെയാണോ? ഷേപ്പിനെയാണോ? പിന്നെ അല്ല, ആരെയാണ്? സി, ഓപ്ഷൻ സി ഓറിയൻറ്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ.
ഇൻ സ്പേസ്. സ്പേസിൽ ഈ ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തരുന്ന സംഗതിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടം നമ്പറായ എം, അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ ആണല്ലോ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്വാണ്ടം നമ്പർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്പിൻ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോണിൻ്റെ സ്പിൻ ഓറിയൻറ്റേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ ഏത്? അത് പിന്നെ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ഒറ്റ ക്വാണ്ടം നമ്പർ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിന് 2 വാല്യൂസേ വരുള്ളൂ, ഒന്നുകിൽ +½ അല്ലെങ്കിൽ -½ ഒന്നുകിൽ +1/2 അല്ലെങ്കിൽ -1/2. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്? ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ +½ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ -½ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ ഗിവൻ വാല്യൂ ഓഫ് n ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ അസിമുതൽ ക്വാണ്ടം നമ്പർ L. എല്ലിൻ്റെ വാല്യൂ എങ്ങനെ റേഞ്ച് ചെയ്യുന്നു എന്നാണ്. എന്നിൻ്റെ വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 to n-1. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം, 0 to n-1. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈസ് 3, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിൻ്റെ വാല്യൂ 3 ആണ് എങ്കിൽ ദ പോസിബിൾ വാല്യൂസ് ഓഫ് അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പറിന് എത്ര വാല്യൂസ് വരും? ഇവിടെ 3 ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എന്നിൻ്റെ വാല്യൂ 3 ആണ്. n = 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 to n-1. അപ്പോൾ നമുക്ക് എന്താ 0 കൊടുക്കാം, അതേപോലെ 1 കൊടുക്കാം, അതുപോലെ എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. 0, 1, 2. അപ്പോൾ ഏതാണ് ആൻസർ? 0, 1, 2. ദ ഓപ്ഷൻ എ ആണ് ആൻസർ. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, അതാണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എൽ, തന്നിരിക്കുന്ന എല്ലിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ആ എൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിന് അവിടെ ഉണ്ടാകുന്ന പോസിബിൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആരുടെ വാല്യൂ വരുന്നതെന്ന് പറഞ്ഞു, നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ വരുന്നത് എന്ന് പറഞ്ഞു. അസിമുതൽ ക്വാണ്ടം നമ്പർ L ആണ് എങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് -L to 0 then +L, ഇതുവരെയാണ് അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതൊക്കെ ആയിരിക്കും? -L to +L, -L to +L അത്രയാണ് തന്നിട്ടുള്ളത്. -L to +L, അതിനകത്ത് ഇൻക്ലൂഡിങ് 0 എന്നും കൂടി നമ്മൾ ഓപ്ഷനിൽ ചേർത്തോളണം. ഇതിനകത്ത് -L to +L, -L +L മാത്രമല്ല, അതിനകത്തുള്ള എല്ലാ വാല്യൂസും 0 ഉൾപ്പെടെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദി അസിമുതൽ ക്വാണ്ടം നമ്പർ L ഈസ് 2, അസിമുതൽ ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. L = എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അങ്ങനെയാണ് എങ്കിൽ പോസിബിൾ വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ പോസിബിൾ വാല്യൂസ് നമുക്കറിയാം. എങ്ങനെയാണ് എമ്മിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എമ്മിൻ്റെ വാല്യൂ എങ്ങനെയാണ് പോകുന്നത്? m = -L to 0 then +L. ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? -2 വേണം, -1 വരാം, അതേപോലെ തന്നെ 0 വരാം, 1 വരാം, പിന്നെ ആരും വരാം? 2 വരാം. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, -1 വരാം, -2 വരാം, -1 വരാം, 0 വരാം, 1 വരാം, 2 വരാം. ഇത്രയും വാല്യൂസ് ആർക്ക് വരും? എമ്മിന് വരും. ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോസിബിൾ വാല്യൂസ് ഓഫ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ പോസിബിൾ വാല്യൂസ് +½ അല്ലെങ്കിൽ -½ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, +½ അല്ലെങ്കിൽ -½ ആണ് അതിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.